രാഷ്ട്രീയം എന്താണ്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് എന്ന് ഒരു കൺഫ്യൂഷൻ വ്യാപകമായി കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല, സ്വത്വ രാഷ്ട്രീയവുമല്ല. മുസ്ലിം ലീഗ് 60-70 കൊല്ലമായി ഈ സമുദായത്തെ പൊളിറ്റിസൈസ് ചെയ്തു, രാഷ്ട്രീയവൽക്കരിച്ചു. അവരോട് 921 ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, CHന്റെ പ്രസംഗം, CHനല്ലേ അനുസ്മരിക്കണത്. CH അവരോട് പറഞ്ഞു, നിങ്ങൾ റോഡ് ഉണ്ടാക്കണം, പാലം ഉണ്ടാക്കണം, നിങ്ങൾ ഭയപ്പെടരുത്, ഒന്നിച്ചു നിൽക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിച്ചാൽ അള്ളാഹു സഹായിക്കും. ഇതൊക്കെ ഇങ്ങനെ ഹയത്തുകളും ഹദീസുകളും ഒക്കെ ഓതിയിട്ട് CH ഇങ്ങനെ മനോഹരമായി പ്രസംഗിച്ച് നമ്മൾ റോഡ് ഉണ്ടാക്കാൻ വന്നു, പാലുണ്ടാക്കാൻ വന്നു, സ്കൂൾ ഉണ്ടാക്കാൻ വന്നു. അതൊക്കെ ഈ നാട്ടിൻ്റെ പ്രശ്നമാണ്, മനുഷ്യരുടെ പ്രശ്നമാണ്. എന്നിട്ട് അതിനിടയിൽ പറഞ്ഞു അവകാശബോധമുള്ളവരാവണം, സമുദായത്തിൻ്റെ ജനസംഖ്യാനുപാതികമായ അവകാശങ്ങൾ നമുക്ക് ലഭിക്കണം. ഇതാണ് പ്രശ്നം. ആളുകളെ നിക്കരിപ്പിക്കുന്ന പണി ലീഗിൻ്റെ പണിയല്ല, ഓർമ്മിക്കണേ. ആളുകളെ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞയക്കണ പണി, നോമ്പ് തോൽക്കാൻ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കുന്ന പണി ലീഗിന്റെ പണിയല്ല. ലീഗിന്റെ പണി എന്താ അറിയങ്ങള്? നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ചെയ്യാൻ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് അവകാശമുണ്ടെന്ന് ഒരു ജനതയുടെ മുന്നിൽ പറയുന്ന പണിയാണ്. എന്നിട്ടല്ലേ വിരൽ അനക്കണോ അനക്കണ്ടേ കുത്തുവോ മലയാളത്തിൽ പറയണോ പറയണ്ട, അതൊന്നും ലീഗിന്റെ പണിയല്ല, ലീഗിന്റെ ഏർപ്പാടേയല്ല. ഇസ്ലാമികമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന പണിയും ലീഗിന്റെ പണിയല്ല. ലീഗ് സാമുദായിക രാഷ്ട്രീയമാണ്. ഇത് CH സൂക്ഷ്മമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വർഗീയതക്കെതിരെ തലമുടിനാരിട അതിരുവെച്ചു. ഞാനൊരു പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പാമ്പുരുത്തി എന്ന് പറയുന്നത് എൻ്റെ അഴീക്കോട് മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പാമ്പുരുത്തി പാലവും CHും തമ്മിലൊരു ബന്ധമുണ്ട്. പാമ്പുരുത്തി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ പാലല്ലേ, ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, തോണിയിലൊക്കെ പോകണം. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി CH പൊതുമരാമത്ത് മന്ത്രിയായപ്പോൾ CHനെ കാണാൻ പോയി. ആക്ഷൻ കമ്മിറ്റി CHനോട് പറഞ്ഞു, CH പാലം വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. CH പറഞ്ഞു പൈസ ഇല്ല, ബജറ്റിൽ വെക്കാൻ പൈസ ഇല്ല. അങ്ങനെ ആക്ഷൻ കമ്മിറ്റി നിരാശരായിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിനകത്തുനിന്ന് ലീഗിൻ്റെ 2-3 ആൾക്കാർ പാഞ്ഞുള്ളിലേക്ക് പിന്നെയും കയറി. എന്നിട്ട് CHനോട് ചെവി പറഞ്ഞു, CH ആ പാലത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, ആ പാലം വന്നാൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഉപകാരം ഉണ്ടാവും. CH പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ളൊരു പാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ പേര് സിറാത്ത് പാലം എന്നാണ്, പാമ്പുരുത്തി പാലം എന്നല്ല. അതിൻ്റെ പേര് സിറാത്ത് പാലം എന്നാണ്, പാമ്പുരുത്തി പാലം എന്നല്ല. ഏറ്റവും സൂക്ഷ്മമായ ഇടത്തിൽ പോലും വർഗീയത പറയാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കു പറയാത്ത സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ് ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയം. ഇവിടെ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താ അറിയങ്ങൾ? നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ഏകദേശമൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് നമ്മളെ വഴിയിലേക്ക് വന്നു. ഇപ്പോൾ ഓരേതാ നമ്മളേതാന്ന് അറിയാത്ത ചെറിയൊരു കൺഫ്യൂഷന് നാട്ടിലുണ്ടായിട്ടുണ്ട്. ജമാഅത്ത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് രാഷ്ട്രീയം സ്വീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് ലീഗ് ഒരു 10-70 കൊല്ലം പറഞ്ഞ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവർ പറയാണ് ജമാഅത്തുമായിട്ട് എന്താ ബന്ധം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജമാഅത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോടുന്ന. എടോ, അവർ നന്നായിട്ട് ഞങ്ങളെ വഴിയിലേ വരുന്നത്, ഞങ്ങൾ ഉത്തരവാദിയാ. ഇത് ഞങ്ങൾ പറഞ്ഞ മാർഗമല്ലേ? ഞങ്ങൾ മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം പറയണോ? ഞങ്ങൾ കുഴപ്പത്തിന്റെ വഴിയിലേക്ക് പോണോ? എന്തുമാത്രം ഒരു കുഴപ്പം പിടിച്ച വർത്താനാണ് നിങ്ങൾ പറയുന്നത്? മുസ്ലിം ലീഗ് വളരെ സൂക്ഷ്മതയോടെ, CH ആദരണീയനായ ഖാദർ മൊയ്തീൻ സാഹിബൊക്കെ ജീവിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ജീവിച്ചിരിക്കുന്ന, മരിച്ചുപോയ ഞാൻ മുനീർ സാഹിബ് ഇന്നിവിടെ വരേണ്ട ആളായിരുന്നു. എന്നോട് ഇസ്മായിൽ നേരത്തെ കാണിച്ചു, മുനീർ സാഹിബിൻ്റെ പേജിൽ പോയി പരിപാടിയുടെ ലൈവ് ഇട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുനീർ സാഹിബ് ഉണ്ടായിരുന്നത്. സാദിഖലി തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പ്രാർത്ഥന കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശുപത്രിയുടെ പുറത്ത് ഇങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു മുനീർ സാഹിബിനെ കുറിച്ച്. സൈദ്ധാന്തികമായ തമാശകൾ പറയുന്ന ഒരാളാണ് അദ്ദേഹം.
ഒരിക്കൽ ഗഫൂർ, അത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഗഫൂർ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഞങ്ങളൊരിക്കൽ യാത്ര പോകുമ്പോഴാണ് തിരുവനന്തപുരത്ത് UDF മാർച്ചിൽ മുനീർ സാഹിബ് കുഴഞ്ഞു വീണു എന്ന് കേൾക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കിട്ടി. അദ്ദേഹം ലൗഡ് സ്പീക്കറിലിട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു അതങ്ങനെയൊന്നുമല്ല. ആ പരിപാടിയിൽ സതീശനും രമേശ് ചെന്നിത്തലയും കുഞ്ഞാൽ സാഹിബൊക്കെ ഉണ്ട്. ശ്രദ്ധ മുഴുവൻ ഓരേലേക്ക് പോയി. പിന്നെ ഞാൻ കുഴഞ്ഞു വീഴാതെ മീഡിയയിൽ വരാനുള്ളൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. വളരെ തമാശ. ആ മനുഷ്യന് ആശുപത്രി കിടക്കയിൽ ഡ്രിപ്പ് അഴിച്ചിട്ടില്ല. മുനീർ സാഹിബിനെ കാണാൻ വേണ്ടി ഞാൻ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു സ്ത്രീ ശരീരമാസകലം പൊള്ളലേറ്റ് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഒരു സ്ത്രീ, കാണാൻ നമുക്കൊരു വിഷമമുണ്ടാവുന്ന രൂപത്തിലുള്ളൊരു സ്ത്രീയുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു എവിടെ നിന്നാണ്. അവർ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. മുനീർ സാഹിബിന് സുഖമില്ല എന്ന് കേട്ടിട്ട് വന്നതാണ്. ഇങ്ങനെ കൈപിടിച്ചിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവ് ആസിഡ് മുഖത്തൊടിച്ച് അവരുടെ സുന്ദരമായ മുഖം വികൃതമായതാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ ദുരന്തങ്ങളിൽപ്പെട്ട് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായി ജീവിതത്തെ അതിജയിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു മന്ത്രിയായിരുന്നു മുനീർ സാഹിബ് എന്ന് അവരെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്. CH മുഹമ്മദ് കോയ സാഹിബിനെ ഈ സമുദായം ഉൾക്കൊണ്ടു. CHന് ശേഷം അത്തരം ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളാൻ സമുദായം പാകപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. നിരാലംബമായിരുന്ന 40കളിൽ 50കളിൽ CH പറയുന്ന വാക്കുകൾക്ക് പവിഴത്തിൻ്റെ വിലയുണ്ടായിരുന്നു. സമുദായത്തിന് അതുമാത്രമായിരുന്നു ആശ്രയം. അതുപോലെ വന്ന് ഇന്ന് പറയുന്നത് കേൾക്കാത്തത് എന്താണെന്നറിയോ? അന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ വേദനകളും സങ്കടങ്ങളും ആയിരുന്നു. ഇന്ന് വറ്റുകുത്തുന്ന കുഴപ്പാണ്. ഇന്ന് അത്തരമൊരു കാര്യം കേൾക്കുന്നിടത്ത് അതിൻ്റെ ജാഗ്രതയുടെ കുറവ് വരുന്നത് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അടിസ്ഥാനപരമായി നഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഒരുപാട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ ഞാൻ ചോദിക്കതേ, മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ ഒരുപാട് തയ്യാറായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ മാറ്റങ്ങൾ ഇത്രമാത്രം ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾക്കൊണ്ട മാറ്റം കാര്യങ്ങൾ ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയിൽ നമ്മൾ ഉൾക്കൊണ്ട മാറ്റം ഈ കമ്മ്യൂണിറ്റിക്ക് ഗുണപരമായി നിങ്ങളും ഞാനും എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ എന്താ വെക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്ന റീല് ഈ സമൂഹത്തിനും നാട്ടിനും എത്രമാത്രം ഗുണമുള്ളതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക. എന്നെ പോലത്തെ ഒരു സാധുവിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ്. അവനവനെ പ്രൊമോട്ട് ചെയ്തിട്ട് റീലുണ്ടാക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുന്നതല്ലാതെ അത് വെക്കുന്നതിന് മുമ്പ് സമൂഹത്തിൽ 10 റുപ്പികയുടെ ഗുണമുള്ള ഒന്നാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്തുന്ന, നമ്മൾ മാതൃകയാക്കണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു ബുദ്ധിജീവി, അയാളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടോ? അയാളുടെ റീല് നോക്കിയിട്ടുണ്ടോ? കുറച്ചെങ്കിലും ഉളുപ്പുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ടെക്നോളജിയെ നിങ്ങൾ എത്ര പേർ ഗുണപരമായിട്ടാണ്? അപ്പം ചോദിക്കും, ഇത് പറയുന്ന ഷാജിയാണ്, ഓൻ്റെ എന്തെല്ലാം റീലാണ് വരുന്നത്? വല്ലാഹി ഞാൻ അറിഞ്ഞിട്ട് വരുന്ന റീലുകൾ ഒന്നുമില്ല. അഥവാ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ അവരോട് പറയും. എന്തിനറിയോ? കാണാനൊക്കെ എനിക്കിഷ്ടമാണെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തെറ്റായി പോവല്ലോ എന്നുള്ളത് കൊണ്ട് പറയും, ചെയ്യരുത്. പ്രസംഗം കൊടുത്തോട്ടെ, നല്ലതാണ്, പ്രസംഗം ആൾ കേൾക്കാൻ വേണ്ടിയാണ് പറയണത്. അല്ലാണ്ട് കാറിൽ പോകുന്നത്, ബൈക്കിലിരിക്കുന്നത്, നടന്നു പോകുന്ന സ്ലോ മോഷൻ, സിനിമാ നടന്മാരെ പോലും വെല്ലുന്ന ഷോകൾ, അതാണോ നിങ്ങളിൽ നിന്നൊരു സമൂഹം പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ? നിങ്ങളുടെ ഇടയിൽ ചില സുഹൃത്തുക്കൾ എൻ്റെ പേരിൽ പാട്ടുണ്ടാക്കിയപ്പോൾ എന്തൊരു രസമാണ്, എനിക്ക് ഞാൻ ഒറ്റ കുറേ കേട്ടു, ആരും കേട്ടാൽ മോശം വെച്ചിട്ട്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ടായിരുന്നു. എന്തിനറിയോ? ഒരു സമാധാനത്തിനാണ്. തല്ലിപ്പൊളിയല്ല നമ്മൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്.
രാത്രി കിടങ്ങുമ്പോൾ ഛേ എന്ന് പറയാതിരിക്കാനാണ്. CH ഓർത്താൽ മാത്രം പോരാ. ഒരു സമുദായത്തിന് വേണ്ടി മെഴുകുതിരി പോലെ ഒഴുകി എന്നൊന്നും പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെ ജീവിച്ചവരവരൊക്കെ അവനവനെങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിൽ ജീവിച്ചവരല്ല 42 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ഓർക്കുന്നത്. ആ നന്മ കൊണ്ടാണ്. ഞാൻ ഈ അടുത്ത് ബഹാവുദ്ദീൻ ഉസ്താദ് ഇപ്പം നമ്മളുടെ ഒരു ട്രെൻഡാണല്ലോ. ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു ഈ അടുത്ത്. ബഹാവുദ്ദീൻ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആ പരിപാടി മുഴുവൻ ലൈവായിട്ട് കണ്ടു. ലൈവായിട്ടല്ല, ഞാനത് എടുത്തിട്ട് കണ്ടു. നോക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിനകത്ത് സ്വാഗതം പറയുകയാണ്. മനോഹരമായ അറബിയിൽ ഉസ്താദ് പ്രസംഗം തുടങ്ങി. ആ അറബിയിൽ അദ്ദേഹം സ്വാഗതം പറയുന്നുണ്ട്, സൂഫി വര്യനാണ് ഈ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ബഹാവുദ്ദീൻ ഉസ്താദിനൊക്കെ കയറ്റി അടിക്കുന്നുണ്ട്. ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ അറബി ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലെ എത്ര ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്? ഈ നിന്റെ ഭാഷാ പാണ്ഡിത്യം കാണിക്കാനല്ലല്ലോ സ്വാഗത പ്രസംഗം. മനുഷ്യന്മാർക്ക് മനസ്സിലായോണ്ടേ അവരെ സ്വാഗതം ചെയ്യണമെന്ന്. അത് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് വെറുതെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പറയണത്? എന്ത് ദ്രോഹമാണ് അത്! ഇസ്ലാമിക വിരുദ്ധാണ്. ആ മനുഷ്യനെ ഇവരൊക്കെ വെറുതെ ആക്രമിക്കണത്. അത്ര സെൻസ് അദ്ദേഹത്തിനുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടാവാൻ കാരണം. ആ മഹാപണ്ഡിതൻ, പാണ്ഡിത്യം എന്താണ്? ഇസ്ലാമിലെ 3 ക്രൈറ്റീരിയ ഉണ്ട്. എന്താ ക്രൈറ്റീരിയ? 1 അദബ്, 2 ഇൽമ്, 3 ഇബാദത്ത്. ഇപ്പൊ നേരെ കുത്തനെയാണ്. ഇപ്പൊ ഇബാദത്ത്, ഇൽമ്, അദബ് എന്നാണ്. അദബ് ലാസ്റ്റ് മതി എന്നാണ്. നമ്മളെ ചിലവരൊക്കെ കാണുമ്പേ പണ്ഡിതൻ, നിങ്ങൾ കണ്ടിട്ടില്ലേ സൂഫി വര്യന്മാരായ പണ്ഡിതന്മാരൊക്കെ? ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ പോലെ, കണ്ണിയത്തിൽ സാദിനെ പോലെ, അങ്ങനെയൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അദബ്, ഇൽമ്, ഇബാദത്ത്. ഇബാദത്ത് മാത്രം ഉണ്ടാവലല്ല, ഇൽമിൻ്റെ സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ വിനയം ഉണ്ടാവണം, അദബ് ഉണ്ടാവണം. അതൊത്തുചേർന്ന മഹാമനുഷ്യനാണ് ബഹാവുദ്ദീൻ ഉസ്താദ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി. ഒരുപാട് ആൾക്കാരുണ്ട് വെറുതെ അല്ല അദ്ദേഹത്തെ എതിർക്കുന്നതൊന്നും. ഞാൻ നിങ്ങളോട് പറയണു, എല്ലാത്തിനും ഒരു സൗന്ദര്യം ഉണ്ടാവണം. ഖാദർ മൊയ്തീൻ സാഹിബ് സൗന്ദര്യവത്തായ ജീവിതം കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച മനുഷ്യനാണ്. സൗന്ദര്യവത്തായ ജീവിതം, ലാളിത്യം. അദ്ദേഹം അങ്ങനെ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇരിക്കുമ്പോഴൊക്കെ നേരത്തെ മുതലേ ഉണ്ട്, ശബ്ദമൊന്ന് ഉയരുമ്പോഴേക്ക് കൈയടിക്കാൻ കൈ ഇങ്ങനെ വെക്കും. അദ്ദേഹം ഒരു അംഗീകാരം, ഒരു വിനീതനായി, വിധേയനായി, എല്ലാവരുടെയും മുമ്പിൽ ഒരു താഴെത്തട്ടിൽ നിൽക്കുന്നവനായി. എപ്പോൾ കണ്ടാലും നേരത്തെ വരുമ്പോൾ ഇടയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്നെ കണ്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനാണെന്ന് ബോധ്യമായപ്പോൾ ഒരു പിതാവ് നമ്മളെ തൊടുന്ന ഒരു ഫീലാണ് ഖാദർ മൊയ്തീൻ സാഹിബ് നമ്മളെ തൊടുമ്പോൾ. വിനയാണ്, വേറൊന്നും വേണ്ട. വൃത്തിയാണ്. ഇന്നല്ലാഹ ജമീല യുഹിബ്ബുല്ലാഹു ജമാല. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവൻ മാത്രമല്ല, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. സൗന്ദര്യം ശരീരത്തിൻ്റെ മേക്കപ്പ് ഒന്നുമല്ല. സൗന്ദര്യം നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടാവണം, സാമ്പത്തിക ഇടപാടുകളിലുണ്ടാവണം, നിങ്ങളുടെ നേതൃപഥത്തിലുണ്ടായിരിക്കണം, നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടായിരിക്കണം. എല്ലാം സൗന്ദര്യവത്തായി കൊണ്ടുപോകാൻ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരിക്കണം, നിങ്ങളുടെ ജോലിയിലുണ്ടായിരിക്കണം. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടാവുക, സന്തോഷമുണ്ടാവുക. അങ്ങനെ ജീവിച്ച ഒരു വലിയ മനുഷ്യനെയാണ് ഇന്ന് ഈ സദസ്സ് ആദരിച്ചത് എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹു ഖാദർ മൊയ്തീൻ സാഹിബിന് ആരോഗ്യമുള്ള ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ മനോഹരമായ നേതൃത്വം നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം അങ്ങനെ നിലനിർത്തി കുറേ കാലം അത് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നമുക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.